ഇന്നേ ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂവിന് പോകുന്നുണ്ടല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ ഒന്നും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പോയ ഇന്റർവ്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ടൈമിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് സച്ചുവിന്റെ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ തെരഞ്ഞു നടന്നത് കേട്ടോ ജോലി. എന്തായാലും ഇന്ന് പോയ ജോലി അടിപൊളിയായിരുന്നു, നല്ല മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ ജോലി കിട്ടിയ സന്തോഷത്തിൽ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ സച്ചിനോട് പറഞ്ഞു ഒന്ന് ലുലുവിൽ പോവാന്ന്. കുറച്ച് നാളായിട്ട് അവൻ ലുലുവിൽ പോകാൻ വേണ്ടി പറയുന്നുണ്ട്. എക്സാം ആയതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ടാന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് എൻജോയ് ചെയ്തോട്ടെ എന്ന്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നിട്ട്, എനിക്ക് ലുലുവിൽ വന്നാൽ ഏറ്റവും എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഈ വണ്ടി എവിടെ വെച്ചതെന്നുള്ള ഒരു ഓർമ്മ എനിക്ക് ഉണ്ടാവില്ല. കാറാണെങ്കിൽ നമുക്ക് ലോക്ക് അടിച്ച് നോക്കാം, സ്കൂട്ടറാണെങ്കിൽ എന്താ ചെയ്യുക. അങ്ങനെ ഏതായാലും ഇപ്രാവശ്യം വണ്ടിയൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറുമ്പം തന്നെ ഒരു ജ്യൂസിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഏതായാലും ഒരു ചിക്കു ഷേക്ക് മേടിച്ച് കുടിച്ചു. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എസൻസ് ചേർക്കുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഉള്ളിൽ കയറി. സച്ചുവിൻ്റെ തറവാട് പോലെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും ലുലുവിൽ വന്നാൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഓഫറുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടിട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫാൻസി വാട്ടർ ബോട്ടിലാണ്. വീട്ടിലൊക്കെ വാങ്ങി വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷെ 699 ആയിരുന്നു ഒന്നിന്, അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കോർട്ടിൽ ഒരുപാട് വെറൈറ്റി ഓഫ് സാലഡും ചിക്കൻ്റെ കുറേ ഐറ്റംസും ബീഫിൻ്റെ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് നടന്നു. എപ്പോഴെങ്കിലും ഒരു ദിവസം അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കണം ഞാനിങ്ങനെ വിചാരിച്ചിട്ടു. ഒരു 150 രൂപ ഉണ്ടെങ്കിൽ ശരിക്കും 2 പേർക്ക് നല്ല രീതിയിൽ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് ഒരു ലഞ്ചിൻ്റെ മെനു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു റേറ്റും നല്ല കുറവായിരുന്നു. നല്ല കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. ബിരിയാണിയും കുറേ ടൈപ്പ് ഓഫ് ബിരിയാണി, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ബിരിയാണികളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ആകെ ഒരു നമ്മുടെ ഡോണറ്റ് മേടിച്ച് നേരെ ഫുഡ് കോർട്ട് ചെന്നു. കാരണം ഉച്ചയ്ക്ക് ഇത് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം സച്ചുവിന് എന്തെങ്കിലും ഒന്ന് കഴിപ്പിച്ചിട്ട് കളിക്കാൻ വിടാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അവന് ഡോണറ്റ് മേടിച്ചു കൊടുത്തു, ഒരു ജ്യൂസും മേടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോണറ്റൊക്കെ അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിച്ചു. 2 എണ്ണം കഴിച്ചാലേ കളിക്കാൻ വിടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്ന് 2 എണ്ണം കഴിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഗെയിം സോണിലേക്ക് പോയി. അവൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ. 700 രൂപേൻ്റെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യമുള്ള റൈഡുകൾ റീചാർജ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള റൈഡിൽ കയറാട്ടോ. ഈ ഒരു സംഭവത്തിൽ ഈ സീറോ ഗ്രാവിറ്റിയിൽ കയറണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ എന്താ പറയുക, പ്രശ്നം സച്ചു കൂടെ ഉള്ളതുകൊണ്ട് അത് നടക്കില്ല. 16 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനും കൂടെ ഉള്ളപ്പം നടക്കില്ലല്ലോ. പിന്നെ ഞാൻ ഇയാളുമായിട്ട് ഒരു പഞ്ചഗുസ്തിയൊക്കെ നടത്തി. പക്ഷെ ഞാൻ തോറ്റുപോയി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഒരു ആൻറ്റിക്കിൻ്റെ സംഭവം വിൽക്കുന്നൊരു കട ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് ഈ ഒരു ഗണപതിൻ്റെ ഈ ഒരു സംഭവത്തിന് 2000 റുപ്പീസ്, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെ പൂജാ റൂമിൽ ഒന്ന് സെറ്റായിട്ട് വേണം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ. അത് കഴിഞ്ഞ് ചുമ്മാ നമ്മുടെ സ്ഥിരം പരിപാടി R&B, മാക്സ്, സ്റ്റുഡിയോൻ്റെ ഉള്ളിലൊക്കെ കയറി ചുമ്മാ 2-3 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും വണ്ടി വെച്ച സ്ഥലം മറന്നുപോയി. അപ്പോഴേക്കിതാ ഇവൻ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് ഞാനാരാ മോൻ എന്നുള്ള മട്ടിൽ വണ്ടീൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.